Dear students, now we are discussing some additional problems in the area of solvency ratios. Now we are going to the first question. We are given with some details and we are asked to calculate proprietary ratio. Okay, in this case we have given equity share capital, preference share capital, general reserve, profit or loss account is surplus. Okay, then 7% debentures, creditors, current assets, fixed assets and investments. Okay, it is very simple because all the details are given. So our equation is proprietary ratio is equal to proprietors fund divided by total assets. We know proprietors fund means shareholders fund. Okay, proprietors are shareholders, shareholders means all the shareholders. Okay, so in this case all the shareholders include equity share capital. The shareholders fund includes equity share capital, then preference share capital also shareholders preference share capital, reserves and surplus, that is general reserve, profit or loss account. Profit or loss account is the item of surplus. Okay, then here we excluded debentures, it is creditorship security, not owners fund. Okay, so proprietors fund are these four items. So we will total this item 4,20,000 divided by total assets. Total assets means both fixed assets and current assets are to be added. So all assets are added, current assets, fixed assets, investment is also a fixed asset. Okay, then investments are added 7 lakhs. So our answer is 4,20,000 divided by 7 lakhs is equal to into 100 ചെയ്ത് കഴിഞ്ഞാൽ 60% കിട്ടും, അതല്ലെങ്കിൽ 0.6 എന്ന് കിട്ടും. 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 60%. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ എം ഗിവിങ് യു വൺ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്. ഏതൊക്കെയാണ് വരിക? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ ഏതൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, സർപ്ലസ്, ഇതൊക്കെയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ടോട്ടൽ അസറ്റ്സ് ഏതൊക്കെ വരും? ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്. ഓക്കെ, വെരി സിമ്പിൾ. സോ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് പോസ്റ്റ് ദ ആൻസർ ആസ് കമൻറ്റ് ഫോർ അവർ ഗൂഗിൾ ക്ലാസ്. ഇറ്റ് ഈസ് കമ്പൽസറി ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഷുഡ് ഗിവ് ദ ആൻസർ ആസ് എ കമൻറ്റ്. ഓക്കെ, കുറച്ച് ആളുകൾ മാത്രം ആൻസർ ചെയ്ത് ബാക്കിയുള്ളവരും മാറി നിൽക്കരുത്. ഓക്കെ, then we will discuss the third question. Calculate debt equity ratio, fixed assets to long term fund ratio. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഫിക്സഡ് ലാബിലിറ്റീസ് അതായത് ലോങ് ടേം ലാബിലിറ്റീസ്, ദെൻ കറണ്ട് ലാബിലിറ്റീസ്, ദെൻ ഫിക്സഡ് അസറ്റ്സ്, ലിക്വിഡ് അസറ്റ്സ്, സ്റ്റോക്ക്, ഇത്രയാണ് തന്നിരിക്കുന്നത്. Okay, first we are moving to debt equity ratio. Debt equity ratio is the proportion between long term debt and equity. Equity means shareholders fund. Okay, equity shareholders fund അല്ലെങ്കിൽ equity capital അല്ല, shareholders ഫണ്ടിനെയാണ് equity എന്ന് പറയുന്നത്. ഓണേഴ്സ് equity എന്ന് പറയും. ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർഹോൾഡേഴ്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ ലോങ് ടേം ഡെറ്റ് ഹിയർ ഈസ് ഫിക്സഡ് ലാബിലിറ്റീസ് അല്ലേ, 2,50,000 നേരിട്ട് തന്നിട്ടുണ്ട്. ആ ഫിഗറാണ് 2,50,000 ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻ ദിസ് കേസ് ഓൺലി ഷെയർ ക്യാപിറ്റൽ ഈസ് ഗിവൺ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 lakh എമൗണ്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 5 lakh ഈസ് ഇക്വൽ ടു 0.50 അല്ലെങ്കിൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 50% കിട്ടും. ഓക്കെ, 0.5 ആണ്. ദെൻ സെക്കൻഡ് ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം അസറ്റുകളാണ്. ഇവിടെ ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 6 lakh ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടേമിലേക്കുള്ള ഫണ്ടുകളാണ്. ലോങ് ടേമിലേക്കുള്ള ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ലാബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു ലോങ് ടേം ലാബിലിറ്റിയാണ്. ദെൻ അതുപോലെ തന്നെ ഫിക്സഡ് ലാബിലിറ്റീസും ലോങ് ടേം ലാബിലിറ്റിയാണ്. 5 + 2.5 7.5 ലക്ഷം രൂപ വരും. ഇതാണ് ഫിക്സഡ് അസറ്റ്സ് ടു ലോങ് ടേം ഫണ്ട് റേഷ്യോ. Okay, now let us move to another question. Calculate the following ratios from the balance sheet given below. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് കുറേ റേഷ്യോസ് ചോദിക്കുക. ഓക്കെ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് ടു കറണ്ട് അസറ്റ്സ് റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ.
Okay, first case debt equity ratio. Debt equity ratio നമുക്കറിയാം debt divided by equity. Equity means shareholders fund. Okay, അപ്പോൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഡെറ്റ് ഉൾപ്പെടില്ല, ലോങ് ടേം ഡെറ്റ്. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇൻ ദിസ് കേസ് ഏതൊക്കെയാണ് ലോങ് ടേം ഡെറ്റിൽ വരിക? ലോങ് ടേം ഡെറ്റ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെയാണ് സെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ ലോങ് ടേം ആണ്. ക്രെഡിറ്റേഴ്സും പ്രൊവിഷനും ലോങ് ടേം അല്ല. അപ്പോൾ ഓൺലി വൺ ഐറ്റം 80,000 ആണ് നമ്മൾ സെക്യൂർഡ് ലോൺ ആയിട്ട് വരിക അല്ലേ. 80,000 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വീനോ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. ഷെയർ ക്യാപിറ്റൽ ഇവിടെ വരുന്നത് അല്ലേ ഒരു എത്ര വരും? ഷെയർ ക്യാപിറ്റൽ 1 lakh rupees, റിസർവ് 20,000, സർപ്ലസ് 30,000, 1,50,000 വരും. ഓക്കെ, അപ്പോൾ സോ 1,50,000 ആണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം. ഇപ്പോൾ സിമ്പിളി 80,000 ഡിവൈഡഡ് ബൈ 1,50,000 ഇസിക്കൽ ടു 0.53. അപ്പോൾ ആൻസർ വരെ 0.53:1. ഓക്കെ, സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ലിക്വിഡ് റേഷ്യോ എന്നുള്ളതാണ്. ലിക്വിഡ് റേഷ്യോ എന്ന് നമുക്കറിയാം ലിക്വിഡ് അസസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇൻ ദിസ് കേസ് ലിക്വിഡ് അസസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ഗുഡ് വിൽ, ഫിക്സഡ് അസസ്, സ്റ്റോക്ക് വിടില്ല അല്ലേ. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് ലെസ് ചെയ്താൽ ബാലൻസിങ് ഫിഗറാണ് ലിക്വിഡ് അസസ്. അപ്പോൾ ബാലൻസ് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്? സൺഡ്രി ഡെറ്റേഴ്സ് 30,000, അഡ്വാൻസ് 10,000, ക്യാഷ് 30,000, ടോട്ടൽ 70,000. 30, 10, 30 അല്ലേ. 70,000 ആണ് ലിക്വിഡ് അസസ്. കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെ വരും? ഇവിടെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി, റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, സെക്യൂർഡ് ലോൺ കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ് ഒരു ഐറ്റമാണ്. ദെൻ ശ്രദ്ധിക്കേണ്ട ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ ഈ വർഷം ടാക്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന പ്രൊവിഷനാണ്. ഇറ്റ് ഈസ് ടു ബി പെയ്ഡ് ദിസ് ഇയർ ഇറ്റ് സെൽഫ്. ഈ കറണ്ട് ഇയർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. സോ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്ലൂഡ് ക്രെഡിറ്റേഴ്സ് 50,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 20,000, ടോട്ടൽ 70,000. So the answer is 70,000 divided by 70,000 is equal to 1. The answer is 1:1. Okay, liquid ratio 1:1. The next one, fixed assets to current assets ratio. Simple ആണ്. വി ടേക്ക് ദ ഫിക്സഡ് അസസ് അല്ലേ. അസസ് സൈഡിൽ ഫിക്സഡ് അസസ് നേരിട്ട് തന്നിട്ടുണ്ട് 1,40,000. ഗുഡ് വിൽ തന്നിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ഓൾസോ ഫിക്സഡ് അസറ്റ്, ബട്ട് ഹിയർ വി വിൽ നോട്ട് കൺസിഡർ. കാരണം ഒരു ഫേമിൻ്റെ സോൾവൻസി പൊസിഷനാണ് കണക്കാക്കുക. ഗുഡ് വിൽ വിറ്റാൽ ഫേമിന് ഇപ്പോൾ ഈ പ്രസൻറ്റ് ക്യാഷ് ഒന്നും കിട്ടില്ല. അപ്പോൾ സോൾവൻസി പൊസിഷൻ കണക്കാക്കാൻ നമ്മൾ മറ്റു ഫിക്സഡ് അസറ്റുകളാണ് പരിഗണിക്കുക. അപ്പോൾ ഫിക്സഡ് അസസ് 1,40,000 ആണ് കൺസിഡർ ചെയ്യുക. കറണ്ട് അസസ് ഏതൊക്കെ ഉൾപ്പെടും? സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, അഡ്വാൻസ്, ക്യാഷ്. 4 ഐറ്റം. ഓക്കെ, 30, 30, 10, 30 അല്ലേ. 1 lakh rupees വരും. അപ്പോൾ നമ്മൾ 1,40,000 ഡിവൈഡ് ബൈ 1 lakh ഈസ് ഈക്വൽ ടു 1.4. ആൻസർ ഈസ് 1.4:1. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസസ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസസ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ടേൺ ഓവറും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ സെയിൽസ് ഈസ് ഗിവൺ ആസ് ദ ലാസ്റ്റ് ഐറ്റം. സെയിൽസ് ഫോർ ദ ഇയർ ഈസ് 5,60,000. സോ സെയിൽസ് ഈസ് 5,60,000 ഡിവൈഡ് ബൈ ഫിക്സഡ് അസസ് നമ്മൾ കണ്ടു 1,40,000. ഓക്കെ, അപ്പോൾ 5,60,000 ഡിവൈഡ് ബൈ 1,40,000 ഈസ് ഈക്വൽ ടു 4. ഓക്കെ, 4 times ആണ് ഫിക്സഡ് അസസ് ടേൺ ഓവർ റേഷ്യോ. ദിസ് ആൻഡ് യു ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. From the following balance sheet as on 31st March, comment on financial stability. We have asked with comment on financial liability, and at the end of the question hint is given. Find current ratio, liquid ratio, debt equity ratio and fixed assets turnover ratio. On asset side, building machinery are fixed assets, stock, debtors, bills receivable, cash are current assets. Liability side, share capital, profit or loss account means surplus, then reserve. Then here there is a correction. This is debenture 2 lakhs. Then creditors, bills payable, total 4,20,000. Okay, find current ratio. First one is current ratio. We know current assets here is stock, debtors, bills receivable, cash. Current liabilities are creditors, bills payable. Okay, then liquid ratio. Liquid assets are we exclude stock. Liquid assets include only debtors, bills receivable, cash and current liabilities, creditors, bills payable.
Okay, then debt equity ratio, long term debt divided by shareholders fund. Long term debt means only here it is debenture, and shareholders fund means share capital, profit or loss account, and reserve. Okay, fixed assets turnover ratio. Turnover here is given at the end. Sales for the year is 6,80,000. Okay, fixed assets are building and machinery. Okay, you solve this problem and give the answer, the final answer as the comment for our Google class. Okay, thank you.